Hello everybody. Today we're gonna learn a new chapter. This is the second short story from the section of short stories in your textbook. The title of the story is Lamb to the Slaughter by the writer Roald Dahl. In this video, we have an introduction about the writer. Roald Dahl introduction. See, the name of the writer can be pronounced as you can see in the bracket. Phonetic transcription is there in the bracket. Roald Dahl, which can be pronounced as it is. So, Roald Dahl was born in 1916 and he was died in 1990. He was a British novelist, short story writer, and poet. He was born to parents of Norwegian descent. Most of his works were written for children, though he also wrote short stories for adults. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, പോയിറ്റൊക്കെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് പറയുമ്പോൾ നോർവേജിയൻ വംശക്കാരായിരുന്നു പാരൻസ്. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക്സും ബാലസാഹിത്യം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക്സ് were written for children, though he also wrote short stories for adults. Even though most of his works were written for children, there are so many other short stories for adults by this writer Roald Dahl. അപ്പോൾ അദ്ദേഹം മുതിർന്നവർക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും മറ്റും എഴുതിയിട്ടുണ്ട്. His first published work, A Piece of Cake in the Saturday Evening Post, was the account of an incident when he was at the Royal Air Force. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്, ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർക്കാണ് എ പീസ് ഓഫ് കേക്ക്. അത് ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്നുള്ള അതിൽ ഈ പീസ് ഓഫ് കേക്ക് എന്നുള്ളത് വന്നിട്ട് അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇദ്ദേഹം റോയൽ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് എ പീസ് ഓഫ് കേക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കിൽ പറയുന്നത്. He wrote 19 novels, some of the notable ones being James and the Giant Peach, 1961, Fantastic Mr. Fox, 1970, Danny, the Champion of the World, 1975, The BFG, 1982, and Matilda, 1988. His short story collections include Someone Like You, 1953, Kiss Kiss, 1960, The Best of Roald Dahl, 1978, and Tales of the Unexpected, 1980. Boy, Tales of Childhood, 1984, and Going Solo, 1986, are his autobiographical works. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം 19 നോവൽസ് 19 നോവൽസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വർക്ക്സാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ബീയിങ് ജെയിംസ് ആൻഡ് ജയൻറ്റ് പീച്ച്, അതുപോലെ ഫാന്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ്, ഡാനി ദ ചാമ്പ്യൻ ഓഫ് വേൾഡ്, ദ BFG ആൻഡ് മാറ്റിൽഡ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നോവൽസാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണ്? Someone Like You, Kiss Kiss, The Best of Roald Dahl, ആൻഡ് Tales of the Unexpected എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്സ് there are two autobiographical works. ഏതൊക്കെയാ? Boy, Tales of Childhood, 1984, Going Solo, 1986, are his autobiographical works. Dahl was also a script writer. He wrote the script to some of his own works and also to the works of Ian Fleming like You Only Live Twice, 1970, 1967. അപ്പോൾ ഇദ്ദേഹം ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ ആയിരുന്നു, തിരക്കഥാകൃത്തും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം വർക്ക്സിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അയാൻ ഫ്ലെമിങ്ങിൻ്റെ വർക്ക്സിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. യു ഓൺലി ലിവ് ട്വൈസ് എന്നുള്ള വർക്കിന്, അയാൻ ഫ്ലെമിങ്ങിൻ്റെ വർക്കിന് ഇദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. Then the Roald Dahl Museum and Story Center is located in the village Great Missenden, where the author lived in the gypsy house between 1954 and 1990. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, റോയൽ ഡെയിൽ മ്യൂസിയം. അദ്ദേഹത്തിൻ്റെ പേരിലൊരു
മ്യൂസിയം ഉണ്ട്. അതുപോലെ സ്റ്റോറി സെൻറ്റർ, അതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? മിസ്സെൻ്റ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. അവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദ ഓതർ ലിവ്ഡ് ഇൻ ദ ജിപ്സി ഹൗസ്. അപ്പോൾ 1954ൻ്റെയും 1990ൻ്റെയും ഇടയ്ക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന ഇതാണ് ജിപ്സി ഹൗസിലായിരുന്നു അദ്ദേഹം. ആ ഒരു മിസ്സെൻ്റ് എന്ന് പറഞ്ഞ വില്ലേജിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, സ്റ്റോറി സെൻറ്ററൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ വില്ലേജിലാണ്. The Oxford Royal Dale Dictionary was compiled in 2016 to mark his birth centenary. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഡിക്ഷണറി ഉണ്ട്, ഓക്സ്ഫോർഡ് റോയൽ ഡെയിൽ ഡിക്ഷണറി. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഓക്കെ, വി ക്യാൻ കം ടു ദ പോയിൻറ്റ്. ഇവിടെ 2016 ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഓക്സ്ഫോർഡ് റോയൽ ഡെയിൽ ഡിക്ഷണറി കമ്പൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ജനിച്ചിട്ടുള്ള ഒരു 100ാം വാർഷികം ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ഒരു ഡിക്ഷണറി പുറത്തിറക്കുന്നത്. ദ ബുക്ക് എക്സ്പ്ലെയിൻസ് മെനി ഓഫ് ഹിസ് ഇൻവെൻറ്റഡ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. അപ്പോൾ ആ ഒരു ഓക്സ്ഫോർഡ് റോയൽ ഡെയിൽ ഡിക്ഷണറിയിൽ ഇദ്ദേഹം, ഈ റൈറ്ററിൻ്റെ ഒരുപാട് പുതിയ ഇൻവെൻറ്റഡ് ആയിട്ടുള്ള, പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് വേർഡ്സും അതിൻ്റെ മീനിങ്സും ഒക്കെയാണ് ഈ ഡിക്ഷണറിയിലുള്ളത്. The next paragraph. Lamb to the slaughter is a phrase from the Bible, Jeremiah and Isaiah, which means in an unconcerned manner. The allusion refers to the helplessness of the innocent lambs that are being led for slaughter. അപ്പോൾ ഈ സ്റ്റോറിനെ കുറിച്ചിട്ട്, അതായത് the title of the story, the significance of the title of the story, that is the title is Lamb to the Slaughter. ഈ lamb to the slaughter എന്നുള്ള ഒരു ഫ്രേസാണ്, ബൈബിളിൽ നിന്നുള്ള ഒരു ഫ്രേസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വിച്ച് മീൻസ് ഇൻ എൻ അൺകൺസേൺഡ് മാനർ. അപ്പോൾ lamb to the slaughter എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആശങ്കകളില്ലാതെ പോകുന്ന ലാംസ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അൺകൺസേൺഡ് ഇൻ എൻ അൺകൺസേൺഡ് മാനർ എന്നാണ് ഈ ടൈറ്റിലിൻ്റെ ഒരു ആ ഫ്രേസിൻ്റെ മീനിങ്. The allusion refers to the helplessness of the innocent lambs that are being led for slaughter. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിബ്ലിക്കൽ അല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിഷ്കളങ്കരായ ആടുകൾ, അവരെ എന്ത് ചെയ്യാൻ കൊണ്ടുപോവാണ്? കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്. പക്ഷേ ഈ ആടുകൾക്ക് എന്തറിയില്ല, ഇവയെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നുള്ളത് ഇവർക്ക് അറിയില്ല. അതാണ് അൺകൺസേൺഡ് മാനർ എന്ന് പറയുന്നത്. They are led for slaughter. സ്ലോട്ടറിൻ്റെ മറ്റൊരു വേർഡ് കിൽ ചെയ്യുക, കിൽ എന്നുള്ള ഇതാണ്. So the lambs are also, the lambs are innocent, and it refers to the helplessness of the innocent lambs. The lambs are oblivious of the imminent catastrophe that awaits them. അപ്പോൾ ഇവിടെ പറയുന്നത് ഒബ്ലിവിയസ് എന്ന് പറയുമ്പോൾ അൺഅവെയർ, അറിയാത്ത, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മുൻധാരണ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവോ ബോധമൊന്നും ഇല്ലല്ലോ. അതാണ് ഒബ്ലിവിയസ് എന്ന് പറയുന്നത്, ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ. ഓഫ് ദ ഇമ്മിനൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നതെന്ന് അറിയില്ലേ, അബൌട്ട് ടു ഹാപ്പൻ, ദാറ്റ് ഈസ് ദ മീനിങ്. ആൻഡ് കറ്റാസ്ട്രോഫെ, ഒരു വിപത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു ആപത്ത്, അങ്ങനെയുള്ള ഇതാണ് കറ്റാസ്ട്രോഫെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ദ ലാംസ് ആർ ഒബ്ലിവിയസ് ഓഫ് ദ ഇമ്മിനൻറ്റ് കറ്റാസ്ട്രോഫെ ദാറ്റ് അവൈറ്റ്സ് ദം. അപ്പോൾ ഈ ആടുകൾ എന്താണ്, അവർക്ക് അറിയില്ല. ദ ലാംസ് ആർ അൺഅവെയർ ഓഫ് ദ ഡേഞ്ചർ ഓർ കറ്റാസ്ട്രോഫെ ദാറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ ടു ദം ഓർ ദാറ്റ് അവൈറ്റ്സ് ദം. അപ്പോൾ വരാൻ പോകുന്ന ഒരു വിപത്ത്, അല്ലെങ്കിൽ ഇതിനെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഈ ലാംസ് എന്താണ്, ഒബ്ലിവിയസ് ആണ്. ദ ലാംസ് ആർ innocent and they are unaware that they are led to slaughter. അപ്പോൾ അവയെ കൊല്ലാൻ കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ചിട്ട് അവയ്ക്ക് അറിയില്ല. ലാംസ് ആർ ഒബ്ലിവിയസ് ഓഫ് ദ ഇമ്മിനൻറ്റ് കറ്റാസ്ട്രോഫി. അവർ കാത്തിരിക്കുന്ന ആ ഒരു വരാൻ പോകുന്ന ആ ഒരു വിപത്തിനെ കുറിച്ചിട്ട് ലാംസിന്, ഈ ആടുകൾക്ക് അറിയില്ല. ലാംസ് ആർ ഓൾസോ സപ്പോസ് ടു ബി ഹെൽപ്ലെസ്. അതുപോലെ ഈ ആടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ, അവ എന്താണ്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്, ഹെൽപ്ലെസ് ആണ് ലാംസ്. ആസ് യു റീഡ് ദ സ്റ്റോറി ഡിസൈഡ് ഹൂ ദ ലാം ഈസ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറി
ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിലൊരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ടൈറ്റിലിൻ്റെ നേരിട്ടുള്ള മീനിങ് ആണ് ഇതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയല്ല, ഇത് ശരിക്കും ടൈറ്റിൽ ശരിക്കും ഐറണിക്കാണ്. അതായത് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ നിങ്ങൾ കാണുന്നത് എന്താണോ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണോ പറയുന്നത് അതല്ല ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐറോണിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണിതിൽ ആട് എന്നുള്ളത്. There are several characters in the story. So after you read the story, you can decide who the lamb is in the story. Is there more than one lamb in the story? ഈ സ്റ്റോറിയിൽ ഒന്നിലധികം ലാംബ്സ് ഉണ്ടോ? And who is slaughtered or what is being slaughtered in the story? ആരെയാണ് ഇതിൽ കൊല്ലുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് ഇതിൽ കൊല്ലുന്നത്? എന്താണ് കൊല്ലപ്പെട്ടത്, അത് ഈ സ്റ്റോറിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. This story is full of instances of irony. അപ്പോൾ ഇതിൽ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഐറോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഒരുപാട് ഇൻസ്റ്റൻസ് ഓഫ് ഐറണി കാണാൻ പറ്റും. Irony refers to the contrast between what is said and meant, thought and known, and what happens in contrast to what is expected. അപ്പോൾ ശരിക്കും ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻസ് ആണ്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ വാട്ട് ഇസ് സെഡ് ആൻഡ് മെൻറ്റ്, എന്താണോ പറഞ്ഞത് അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളതിൽ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഐറണി റെഫേഴ്സ് ടു ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് നോൺ, ചിന്തിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചത് എന്താണോ പറയുന്നത് അറിയപ്പെട്ടത് എന്താണോ അത് തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ എന്താണോ പ്രതീക്ഷിച്ചത് എന്താണോ സംഭവിച്ചത് അത് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് ഐറണിക് എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ പ്രതീക്ഷ ഒന്നായിരിക്കില്ല സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഐറണിക് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. Several utterances by the characters in the story have an underlying meaning, thus making them ironic. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും സ്പീക്കിംഗ് അല്ലെങ്കിൽ അവരുടെ അട്ടറൻസസ് ഉണ്ടല്ലോ, അവരുടെ ഡയലോഗ്സ്, അതിനൊക്കെ എന്താണ് അണ്ടർലൈങ് മീനിങ് ഉണ്ട്, ഒരു മറഞ്ഞു കിടക്കുന്ന മീനിങ് ഉണ്ട്. ദസ് മേക്കിംഗ് ദം ഐറണിക്. അപ്പോൾ എന്താണ് അപ്പോൾ അവരുടെ ഡയലോഗ്സ് എന്താണ്? ഐറണിക് ആണെന്നാണ് പറയുന്നത്. So thus making the characters or making the utterances ironic or the conversation ironic in this story. Conversations are ironic in the story. The actions of the characters also turn the situation ironic. അതുപോലെ ഈ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ്, അവരുടെ എന്താ പറയുക പ്രവർത്തനങ്ങൾ, അവരുടെ ആക്ഷൻസും അത് ഐറണിക്കായി മാറുന്നുണ്ട്. The actions of the characters also turn the situation. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ് അവരുടെ ആ ഒരു സിറ്റുവേഷനെ ഐറണിക്കാക്കി മാറ്റുന്നുണ്ട്. Lamb to the Slaughter also throws light on the gender relations and expectations which were in existence in the England of the 1950s. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞേ? ത്രോസ് ലൈറ്റ് ഓൺ ജെൻഡർ റിലേഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഇംഗ്ലണ്ടിൽ 1950s നിലനിന്നിരുന്ന ഒരു മാൻ വുമൺ എന്നുള്ള ഒരു ജെൻഡർ റിലേഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ, ഈ എന്താ പറയുക കപ്പിൾസ് അല്ലെങ്കിൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ മാൻ വുമൺ എന്നുള്ള ആ ഒരു ജെൻഡർ റിലേഷൻസിനൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടും നമുക്കിതിനെ കണക്കാക്കാം. കാരണം ഇതിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ലൈഫുമായി ബന്ധപ്പെട്ട്. Women were subservient and economically dependent on men, which could perhaps explain the actions of the protagonist in the story. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു പ്രോട്ടഗണിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഹീറോയിൻ എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ഹീറോയിൻ ഉണ്ട്, പ്രോട്ടഗണിസ്റ്റ്, മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ദാറ്റ് ഇസ് പ്രോട്ടഗണിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റോറിയിലെ പ്രോട്ടഗണിസ്റ്റിൻ്റെ ആക്ഷൻസ് നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
ഈ സ്ത്രീകൾ, അന്നത്തെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് കീഴടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന വീട്ടിലെല്ലാ കോഴ്സും, ഹൗസ് ഹോൾഡ് കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, അതുപോലെ സാമ്പത്തികമായിട്ട് പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു അന്നത്തെ കാലത്ത് കൂടുതലും ഉണ്ടായിരുന്നത്, എസ്പെഷ്യലി ഇൻ 1950s in England. Then last paragraph in this introduction. Lamb to the Slaughter was published in Harper's Magazine in 1953 after being initially rejected by other publishers. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഒരുപാട് പബ്ലിഷേഴ്സ് ഫസ്റ്റൊക്കെ തുടക്കത്തിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാർപ്പേഴ്സ് മാഗസിനിൽ 1953 ഈ ഷോർട്ട് സ്റ്റോറി ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. It was later included in the collection Someone Like You. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസിൽ വന്നതാണ് ഈ Someone Like You എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്. അതിൽ ആ ഒരു കളക്ഷനാണത്. Someone Like You എന്നുള്ള ഒരു ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. അതിൽ Lamb to the Slaughter എന്നുള്ള ഷോർട്ട് സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The story was adapted for the television series Alfred Hitchcock Presents in 1958. അപ്പോൾ ടെലിവിഷൻ സീരീസിലും ഈ ഒരു സ്റ്റോറി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് ഇൻ 1958. The script for the televised series was written by the author himself. അപ്പോൾ ടെലിവൈസ്ഡ് സീരീസ് ആയിട്ട് കാണിച്ചിരുന്ന ഈ ഒരു സ്റ്റോറീൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നതും ഈ ഓഥർ തന്നെ ആയിരുന്നു. Another screen version appeared in 1979. അതുപോലെ ഇതിൻ്റെ മറ്റൊരു സ്ക്രീൻ വേർഷൻ, ഇതിൻ്റെ തന്നെ പല രീതിയിലുള്ള, അല്ലെ ഇതേ സ്റ്റോറീനെ പല രീതിയിൽ പല ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്, എന്താ പറയുക, വെറൈറ്റി ഓഫ് വേർഷൻസ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സ്ക്രീൻ വേർഷൻ വന്നിട്ടുള്ളത് 1979. In the introduction of which Roald Dahl acknowledged that the idea for this story was provided by his friend, the creator of James Bond, Ian Fleming. അപ്പോൾ പിന്നെ 1979 ഇദ്ദേഹം ഇതിൻ്റെ ഈ ലാം ടു ദ സ്ലോട്ടർ എന്നുള്ള ഷോർട്ട് സ്റ്റോറിൻ്റെ സ്ക്രീൻ വേർഷൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മളെ റൈറ്റർ, ഈ ഓഥർ റോയൽ ഡെയിൽ പറയുന്നുണ്ട്, ഈ സ്റ്റോറിക്കുള്ള ഐഡിയ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, അയൻ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടാണ്. ഈ അയൻ ഫ്ലെമിങ്ങിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ജെയിംസ് ബോണ്ട്. Watch the televised version after reading the story and note down the prominent differences that you observe. So, ഈ ഒരു സ്റ്റോറീനെ കുറിച്ച് നിങ്ങൾ after you learn the story, you can watch televised version also. Then you can understand the difference that you observe. Okay. So that is the introduction. Then we will learn the chapter or short story in the next video onwards. Thank you.